എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഹൈബ്രിഡ് തേങ്ങ വിത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. എനിക്ക് നല്ല ഒരു ചെന്തെങ്ങ് ഉണ്ട് ഇവിടെ. ആ ചെന്തെങ്ങിൽ ഞാൻ ഹൈബ്രിഡ് വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഒരു ബഞ്ച് ഹൈബ്രിഡ് വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഞാനിവിടെ വിശദീകരിക്കാൻ പോവുകയാണ്. ഈ തെങ്ങിൻ്റെ പൂക്കൊല വിരിഞ്ഞു വരുന്ന സമയത്ത് പൊതുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ പുറംചട്ട അത് പൊളിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്നും അല്ലികൾ പുറത്ത് വരുന്ന സമയം, അതായത് പൊതുമ്പ് പൊട്ടി 3-ാം ദിവസം മാക്സിമം 4-ാം ദിവസം ആ അല്ലികളെല്ലാം നമ്മൾ മുറിച്ച് കളയണം. മെച്ചിങ്ങ മാത്രം നിർത്തി അതിൻ്റെ മേൽഭാഗം എല്ലാ അല്ലികളും മുറിച്ച് കളയണം. ആ എല്ലാ അല്ലികളും മുറിച്ച് കഴിഞ്ഞാൽ അതിലാണ് പൂമ്പൊടി ഇരിക്കുന്നത്. ആ പൂമ്പൊടികൾ ഒന്നുപോലും ഈ മെച്ചിയിൽ വീഴാൻ പാടില്ല. ആ രീതിയിൽ അത് മുറിച്ച് കളയണം. അത് ഞാനൊരു 3 മാസം മുമ്പ് ചെയ്തു വെച്ചതാണ്. അതിൻ്റെ ഫലമായിട്ടുണ്ടായ വിത്ത്, ഒരു ബഞ്ച് വിത്താണ് ഞാൻ നിങ്ങളെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ അല്ലികളെല്ലാം മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ആ തെങ്ങിൽ നിന്നും അതിൻ്റെ പൂമ്പൊടി അതിലെ മെച്ചിങ്ങയിൽ വീഴില്ല. പിന്നെ ഏത് പൂമ്പൊടി വരും? ഒരു 50 അടി ചുറ്റളവാണ് പരമാവധി ഒരു പൂമ്പൊടിക്ക് സാധാരണ കാറ്റിൽ സഞ്ചരിക്കാൻ പറ്റുക. 12 to 50 ഫീറ്റ് എന്നാണ് പറയണത്. അപ്പോൾ ഈ 50 അടി ചുറ്റളവിൽ വേറെ ഒരു ചെന്തെങ്ങില്ലെങ്കിൽ നമ്മുടെ ഈ 50 അടി ചുറ്റളവിലുള്ള നാടൻ തെങ്ങിൻ്റെ പൂമ്പൊടിയാണ് ഈ മെച്ചിങ്ങയിൽ വന്ന് വീഴുക. അപ്പോൾ അത് ബ്രീഡ് നടക്കും, ക്രോസ് ബ്രീഡ്. നമ്മുടെ ഈ ചെന്തെങ്ങിൻ്റെ ചുറ്റുപാടിലുള്ള ഒരു വലിയ തെങ്ങിൻ്റെ പൂമ്പൊടി ഈ ചെന്തെങ്ങിൻ്റെ മെച്ചിങ്ങയിൽ വന്ന് വീഴുകയും അത് ക്രോസ് ബ്രീഡ് സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടായ വിത്ത് തേങ്ങയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ അവിടെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഒരു D×T ആണ് ചാവക്കാടൻ കുള്ളൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2.5 മുതൽ 3 വർഷമാണ് അത് കായ്ക്കാൻ വേണ്ടത്.